അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി. അൽ-ഉസൂലു സലാസയുടെ വിശദീകരണത്തിൽ രണ്ടാമത്തെ മുഖദ്ദിമയിലെ മൂന്നാമത്തെ മസ്അലയാണ് നമ്മൾ പറയുന്നത്. അന്നമൻ അത്വഅ റസൂല വ വഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദ്ദ അല്ലാഹ വ റസൂല വലൗ കാന അഖറബ ഖരീബിൻ. അടുത്ത കുടുംബക്കാരനാണെങ്കിൽ പോലും അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ശത്രുത വെക്കുന്ന ഒരാളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നത് തൗഹീദ് സ്ഥാപിച്ച റസൂലിനെ അനുസരിക്കുന്ന ഒരാൾക്ക്, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല എന്നതാണ് മൂന്നാമത്തെ മസ്അലയുടെ ആകത്തുക. ഈ മസ്അലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അൽ വലാഉ വൽ ബറാഉ എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അൽ വലാഉ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ധം ചേർക്കുക എന്നാണ്. എന്താണ് ഇവിടെ ബന്ധം ചേർക്കുക എന്നതിൻ്റെ ഉദ്ദേശം? അള്ളാഹുവിനോട് ബന്ധം ചേർക്കുക, അവൻ്റെ റസൂലിനോട് ബന്ധം ചേർക്കുക, തൻ്റെ മതത്തിൻ്റെ ആളുകളോട് ബന്ധം ചേർക്കുക. കണ്ടല്ലോ, 3 കാര്യങ്ങളപ്പോൾ ഇവിടെ വന്നു. ഒന്ന്, അള്ളാഹുവിനോട് ബന്ധം ചേർക്കുക. അള്ളാഹു എൻ്റെ റബ്ബാണ്, ആ റബ്ബ് അവനെ ഞാൻ അനുസരിക്കണം, അവനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കണം, അവന് മാത്രം ആരാധനകൾ സമർപ്പിക്കണം, അവനിലേക്ക് ഞാൻ തവക്കുൽ ചെയ്യണം തുടങ്ങി അള്ളാഹുമായുള്ള എൻ്റെ ബന്ധം ഞാൻ നിലനിർത്തണം. അത് വലാഇൻ്റെ ഭാഗമാണ്. 2, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധം ചേർക്കുക. അവിടുന്ന് തൻ്റെ റസൂലാണെന്നും തൻ്റെ ഷഹാദത്തിൻ്റെ ഒരു ഭാഗം റസൂലിനെ അനുസരിക്കലാണ് എന്നും തിരിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത മുസ്ലിം എന്ന നിലക്കുള്ളത് നിറവേറ്റുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധം ചേർക്കലാണ്. 3, തൻ്റെ മതത്തിൻ്റെ ആളുകൾ, അഥവാ ഞാൻ മുസ്ലിമാണ്, എൻ്റെ മതത്തിൽ വിശ്വസിച്ച മറ്റുള്ള ആളുകളും മുസ്ലിമുകളാണ്, ആ മുസ്ലിമുകളോടുള്ള എൻ്റെ ബാധ്യതയുണ്ട്. ആ മുസ്ലിമുകളെല്ലാം എനിക്ക് സഹോദരങ്ങളാണ്. ആ സാഹോദര്യ ബന്ധം ഇസ്ലാം എന്ന അടിസ്ഥാനത്തിലുള്ളത് ഞാൻ നിലനിർത്തേണ്ടതുണ്ട്. ആ ബന്ധം ചേർക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അറിയണം, അവരോട് സഹായിക്കണം, അവരോട് സഹകരിക്കണം തുടങ്ങി അവരുമായുള്ള ബന്ധം ചേർക്കലുണ്ട്. അതിൻ്റെ വിശാലമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഏതായാലും ഈ 3 ഭാഗങ്ങൾ വലായിലുണ്ട്. അള്ളാഹുമായുള്ള ബന്ധമുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതുണ്ട്, തൻ്റെ മതത്തിലെ മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ട്. ഇനി അൽ ബറ എന്ന് പറഞ്ഞാൽ ബന്ധം വെടിയുക, ബന്ധം വിച്ഛേദിക്കുക എന്നതാണ്. ആ ബന്ധം വിച്ഛേദിക്കുന്നതിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു വെറുത്തതിനോടും അവ ചെയ്യുന്നവരോടും ബന്ധം വെടിയൽ. അള്ളാഹു വെറുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫർ, സത്യനിഷേധം. അത് അള്ളാഹു വെറുത്തിട്ടുണ്ട്. അതിനോട് എനിക്കും വെറുപ്പ് വേണം. ആ സത്യനിഷേധത്തോട് എനിക്കും വെറുപ്പ് വേണം. ഷിർക്ക് അള്ളാഹു വെറുത്തിട്ടുണ്ട്. ആ ഷിർക്കിനോട് ഞാനും വെറുപ്പുള്ളവനാവണം. തെമ്മാടിത്തരങ്ങൾ, താന്തോന്നിത്തരങ്ങൾ, ധിക്കാരം, തോന്നിവാസം, കളവ് പറയൽ, അസൂയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു വെറുത്തിട്ടുണ്ട്. അള്ളാഹു നിഷിദ്ധമാക്കിയത് അള്ളാഹു വെറുത്തത് കൊണ്ടാണ്. അത് ഞാനും വെറുക്കുന്നവനായിരിക്കുക. ഷിർക്കിനെ വെറുക്കുക എന്ന് പറയുമ്പോൾ, ലോകത്ത് നടക്കുന്ന ഷിർക്കിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ആ വെറുപ്പ് മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. അവൻ്റെ മനസ്സിൽ ഷിർക്കിനോടുള്ള വെറുപ്പ്, അത് കാണുമ്പോഴുള്ളൊരു വൈമനസ്യം, അത് കാണുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട വിഷമം, അതൊക്കെ ബറാഇൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷിർക്കിനെ വെറുക്കണം, കുഫറിനെ വെറുക്കണം, ആ തമ്മാടിത്തരങ്ങളെ വെറുക്കണം. അള്ളാഹു നിഷിദ്ധമാക്കിയതായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായ കാര്യങ്ങളോടൊക്കെ വെറുപ്പുണ്ടാകുക. ആ പ്രവർത്തനങ്ങളോട് ഞാൻ ബന്ധം വിച്ഛേദിക്കുക. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക. അപ്പോഴാണ് ബന്ധം വിച്ഛേദിക്കുന്നതാവല്. അത് എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. ആ ഷിർക്കും കുഫറും തമ്മാടിത്തരങ്ങളും നിഷിദ്ധങ്ങളും വിലക്കിയ കാര്യങ്ങളുമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ബന്ധവിച്ഛേദനം നടത്തേണ്ട ഒരു ഭാഗം. 2, ബന്ധം വിച്ഛേദിക്കുന്നതിൽ ഉള്ളതാണ് അവ ചെയ്യുന്നവരോടും, ഷിർക്ക് ചെയ്യുന്നവരോട്, കുഫർ ചെയ്യുന്നവരോട്, നിഷിദ്ധമായത് ചെയ്യുന്നവരോട് ബന്ധം വിച്ഛേദിക്കുക, ബന്ധം വെടിയുക
എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷിദ്ധമായ കാര്യത്തോട് മാത്രം വെറുപ്പുണ്ടായാൽ പോരാ, ആ നിഷിദ്ധം ചെയ്യുന്നവനോടും വെറുപ്പ് വേണം. നിഷിദ്ധം ചെയ്യുന്നവനോടും വെറുപ്പ് വേണം. ശിർക്കിനോട് വെറുപ്പുണ്ടായാൽ പോരാ, മുശ്രിക്കിനോടും വെറുപ്പുണ്ടാവണം. കുഫറിനോട് വെറുപ്പുണ്ടായാൽ പോരാ, കാഫിറിനോടും വെറുപ്പുണ്ടാവണം. ഇത് മതപരമായ വെറുപ്പാണ്, മതപരമായ വെറുപ്പാണ്. അവരോട് ബന്ധം വിച്ഛേദിക്കുക എന്നത് മതപരമായ ആവശ്യമാണ്. അവിടെ നമ്മൾ ചില വിശദീകരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു, ഷിർക്കിനോടും വെറുപ്പ് വേണം, ഷിർക്ക് ചെയ്യുന്നവനോടും വെറുപ്പ് വേണം. കുഫറിനോടും വെറുപ്പ് വേണം, കുഫർ ചെയ്യുന്നവനോടും വെറുപ്പ് വേണം. നിഷിദ്ധമായ കാര്യങ്ങളോടും വെറുപ്പ് വേണം, അത് ചെയ്യുന്നവനോടും വെറുപ്പ് വേണം. അവിടെ നമ്മൾ 3 വിഭാഗത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, മുസ്ലിമായ പുണ്യം ചെയ്യുന്ന വ്യക്തി, നമ്മുടെ കൺമുമ്പിൽ പുണ്യം ചെയ്യുന്നവനും അവൻ മുസ്ലിമുമായവനായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ വെറുക്കാൻ പാടില്ല. അവൻ്റെ പ്രവർത്തനങ്ങൾ മതപരമാണ്, അതിനെ ഞാൻ ഇഷ്ടപ്പെടണം. അവനാകുന്ന മുസ്ലിമിനെയും ഞാൻ ഇഷ്ടപ്പെടണം. ഒന്ന്, മുസ്ലിമാണ്. 2, അവൻ ചെയ്യുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അവൻ ഷിർക്ക് ചെയ്യുന്നവനാണ്, കുഫർ ചെയ്യുന്നവനാണ് എങ്കിൽ അവൻ ചെയ്യുന്ന ഷിർക്കിനെയും ഞാൻ വെറുക്കണം, അവനെയും ഞാൻ വെറുക്കണം. മൂന്നാമത്തത്, അവൻ മുസ്ലിമാണ്, പക്ഷെ നിഷിദ്ധമായ ഷിർക്കും കുഫറും അല്ലാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ലാത്ത കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണെങ്കിൽ അവനോട് ഞാൻ പൂർണ്ണമായി വെറുപ്പുള്ളവനാകാൻ പാടില്ല. പൂർണ്ണമായി വെറുപ്പുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ് എന്ന നിലയ്ക്കുള്ള ഇഷ്ടം അവൻ നിഷിദ്ധം ചെയ്യുന്നവനായിരിക്കുകയും എനിക്ക് വേണം. അവൻ മുസ്ലിമാണ് എന്ന ഇഷ്ടം അവൻ നിഷിദ്ധമായത് ചെയ്യുന്നവനായിരിക്കുകയും എനിക്ക് ഉണ്ടാവണം. അതേസമയം അവൻ്റെ ആ ചെയ്തി അതിൽ ഞാൻ വെറുക്കുന്നു. ആ ചെയ്യുന്ന കാരണത്താലും അവന് ഞാൻ വെറുക്കുന്നു. പൂർണ്ണമായി വെറുക്കാവോ? പാടില്ല, കാരണം അവൻ മുസ്ലിമാണ്. പൂർണ്ണമായി വെറുത്തുകൂടാ, കാരണം അവൻ മുസ്ലിമാണ്. മറിച്ച് അവൻ ചെയ്യുന്ന തിന്മയിൽ ആ തിന്മ കാരണം ആ തിന്മയെ വെറുക്കുന്നുണ്ട് പൂർണ്ണമായും. ആ തിന്മ ചെയ്യുന്നത് കാരണത്താൽ ആ ഒരു ഭാഗികമായും അവനെ വെറുക്കും, ഭാഗികമായും അവനെ വെറുക്കും. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഷിർക്ക് ചെയ്യുന്നവനെ വെറുക്കുക, കുഫർ ചെയ്യുന്നവനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇനി അവരോട് ചിരിക്കാൻ പാടില്ല, അവരോട് ബന്ധം വെക്കാൻ പാടില്ല, അവരുമായിട്ട് സഹകരണം പാടില്ല, അവരെ കാണുന്നിടത്ത് വെച്ച് നിരുപാധികം കൊന്നുകളയണം എന്നൊക്കെയാണോ? ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഇല്ല, കാരണം വിശദീകരിക്കപ്പെടുന്നുണ്ട്. എങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിമുകളെ സംബന്ധിച്ച് വിശിഷ്യ പ്രചരിപ്പിക്കപ്പെടുന്നത് അവർക്ക് മുസ്ലിമുകളോട് വെറുപ്പാണ്, അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് അവരുടെ മതം ആവശ്യപ്പെടുന്നത്, മുസ്ലിമുകളോട് യാതൊരു സഹകരണവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ്. അല്ല, ഇതൊക്കെയുള്ളപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളപ്പോഴും അവിടുന്ന് നമ്മളോട് അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. മുസ്ലിമുകളുമായി ബന്ധം സ്ഥാപിക്കാവുന്നത്. അതിൽപ്പെട്ടതാണ് അവരോടൊത്ത് ജോലി ചെയ്യുക, അവരോടൊത്ത് സാമ്പത്തിക കൈകാര്യങ്ങൾ നടപ്പിലാക്കുക, അവരോടുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുക, അവർക്ക് പട്ടിണിയുണ്ടെങ്കിൽ പട്ടിണിയുടെ നാളിൽ മുസ്ലിമുകളാണെങ്കിലും അവരെ സഹായിക്കുക, അവർക്ക് ധർമ്മം ചെയ്യുക. വിശിഷ്യ അമുസ്ലിമുകളായത് തൻ്റെ സ്വന്തം കുടുംബക്കാർ, മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അവരെ പരിചരിക്കൽ ഈ മുസ്ലിമായ മകന് നിർബന്ധമാകുക തന്നെ യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരോട് ചെയ്യുന്ന ഷിർക്കിനോടും വെറുപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ മതപരമായി ആ വെറുപ്പ് ഞാൻ കാത്തു സൂക്ഷിക്കണം. ആ കാരണത്താൽ
അത്തരം വിഷയങ്ങളിൽ ഞാൻ അവർക്ക് സഹായവും സഹകരണവും ചെയ്യാത്തവനാവണം. ഷിർക്കിൻ്റെ വിഷയത്തിൽ സഹകരണവും സൗഹാർദ്ദവും ഇല്ല, കുഫറിൻ്റെ വിഷയത്തിൽ സഹായവും സൗഹാർദ്ദവും ഇല്ല. അതേസമയം അതല്ലാത്ത വിഷയങ്ങളിൽ അവരുമായിട്ടുള്ള സഹകരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെയും നമുക്ക് കാണാം. ഏതായാലും ഇതാണ് അൽ വലാഉ വൽ ബറാഉ എന്നതിൻ്റെ ചുരുക്കം. ഇതിൽ ബറാഇനെ സംബന്ധിച്ചാണ് ഈ മസ്അലയിൽ ഷെയ്ഖ് സൂചിപ്പിച്ചത്, നേർക്കുനേരെ സൂചിപ്പിച്ചത്. എന്ത്? അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്ന അള്ളാഹുവിനെ തൗഹീദിലാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ശത്രുത വെക്കുന്നവനുമായി ബന്ധം ചേർക്കൽ, അതാണ് ബന്ധം ചേർക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അവരോട് ബറാഅ് വേണം, ബന്ധവിച്ഛേദനം വേണം. അത് ബറാഇനെയാണ് നേർക്കുനേരെ അറിയിക്കുന്നത്. അത് അടുത്ത കുടുംബക്കാരനാണെങ്കിലും ശരി. അതിന് ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, അത്തരക്കാരോട് ബന്ധം വെടിയണം എന്നതിനുള്ള തെളിവ് അള്ളാഹു പറഞ്ഞതാണ്. ലാ തജിദു, നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ തജിദു, താങ്കൾ കാണുന്നതല്ല നബിയെ, ഖൗമൻ, ഒരു സമുദായത്തെ. ആ സമുദായത്തിൻ്റെ പ്രത്യേകത എന്താണ്? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, വൽ യൗമിൽ ആഖിരി, പരലോക നാളിലും. അവരെ കാണുന്നതല്ല, ഏത് നിലക്ക് കാണുന്നതല്ല, യുവാദ്ദൂന, അവർ സ്നേഹം വെച്ച് പുലർത്തുന്നവരായി, ഇഷ്ടം വെച്ച് പുലർത്തുന്നവരായി. ആരോട്? മൻ ഹാദ്ദ, ശത്രുത വെച്ചവനോട്, അള്ളാഹുവിനോട് ശത്രുത വെച്ചവനോട്, വ റസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനോടും ശത്രുത വെച്ചവനോട്, വലൗകാന, അവർ ആണെങ്കിലും, ആര്? ആ ശത്രുത വെച്ചവർ ആണെങ്കിലും, ആബാഅഹും, അവരുടെ പിതാക്കന്മാർ, ഔ അബ്നാഅഹും, അവരുടെ മക്കൾ, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങൾ, ഔ അശീറത്തഹും, അവരുടെ കുടുംബങ്ങൾ, ആരാണെങ്കിലും, എത്ര അടുത്ത കുടുംബമാണെങ്കിലും അള്ളാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ശത്രുത വെച്ചവനോട് ഇഷ്ടം സ്ഥാപിക്കുന്ന ഒരു അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാളെ, ഒരു സമുദായത്തെ നബിയെ താങ്കൾക്ക് കാണുന്നതല്ല. അങ്ങനെയായാൽ, അങ്ങനെ ഇഷ്ടം വെക്കാത്തവരായി കഴിഞ്ഞാൽ, ആ ബറാ സ്ഥിരപ്പെടുത്തിയാൽ, ഉലായിക, ആ മുഅ്മിനുകൾ അക്കൂട്ടരാണ്, കതബ, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ, അൽ ഈമാന, ഈമാനിനെ, വ അയ്യദുഹും, അവർക്ക് അള്ളാഹു പിൻബലം നൽകും, ബി റൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹിനെ കൊണ്ട് അവർക്ക് പിൻബലം നൽകും. ഇവിടെ റൂഹിൻ്റെ ഉദ്ദേശം സഹായം എന്നാണ്. പല വിശദീകരണങ്ങളുണ്ടെങ്കിലും അതിൽ നമുക്ക് പെട്ടെന്ന് ഗ്രാഹ്യതക്ക് ഉതകുന്ന തഫ്സീർ സഹായമെന്നാണ്. അപ്പോൾ വ അയ്യദഹും ബി റൂഹിൻ മിൻഹു, അള്ളാഹു തൻ്റെ അരികിൽ നിന്നുള്ള റൂഹിനെ കൊണ്ട് അവർക്ക് സഹായമേകും, പിൻബലമേകും എന്ന് പറഞ്ഞാൽ സഹായം കൊണ്ട് പിൻബലമേകും എന്നാണ് ഉദ്ദേശം. അവിടെ റൂഹ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സഹായം. ആ സഹായം കൊണ്ട് പിൻബലമേകും. എന്നിട്ടോ വയുദ്ഖിലുഹും, അവരെ അവൻ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ തോട്ടങ്ങളിൽ, തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന് താഴെ കൂടെ, അൽ-അൻഹാറു, പുഴകൾ, അഥവാ സ്വർഗമാണ് ഉദ്ദേശം. ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തരായിരിക്കുന്നു. ഉലായിക ഹിസ്ബുല്ലാ, അക്കൂട്ടരാണ് ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ ഹിസ്ബ്, അള്ളാഹുവിൻ്റെ കക്ഷി. അലാ, അറിയണേ, ഇന്ന ഹിസ്ബല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷി, ഹും, അവരാണ്, അൽ മുഫ്ലിഹൂന, വിജയിക്കുന്ന ആളുകൾ. സൂറത്തുൽ മുജാദലയുടെ 22-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹു നേർക്കുനേരെ അറിയിക്കുന്നത് ബറാഇനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ആശയത്തിൽ നിന്ന് വലാ എന്നതിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അൽ വലാ വൽ ബറാ എന്നുള്ളത് ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യുക. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുൾമുനയിൽ നിർത്താൻ ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭാഗമാണ് അൽ വലാ വൽ ബറാ എന്നുള്ളത്. അറിയുക, ഈ അൽ വലാ വൽ ബറാ പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അവർ തന്നെയാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലൂടെയും മറ്റു മതസ്ഥരോട് സ്ഥാപിക്കാവുന്ന ബന്ധങ്ങളും നമ്മളെ പഠിപ്പിച്ചത്. അതെല്ലാം ചേർത്ത് വെച്ചതായ വലാ ബറാ ആണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. അല്ലാതെ അവരുമായി ഒരു സഹകരണവും പാടില്ല
എന്നർത്ഥമല്ല. എന്നാൽ അതിൻ്റെ പേരിൽ അതിര് കടന്ന് മതത്തിൻ്റെ ആചാരങ്ങളിൽ വരെ അവരോട് പരിധിയും അതിരുമില്ലാതെ സഹകരിച്ച് തൻ്റെ ആദർശത്തെ പണയം വെക്കലും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നത് നിഷിദ്ധമാണ്. രണ്ടു കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു മുഅ്തദിലായ സന്തുലിനാവസ്ഥ കാത്തു സൂക്ഷിച്ച് മധ്യമ നിലപാട് സ്വീകരിച്ച് പ്രമാണത്തിലുള്ളതിലൂടെ അവരോട് സഹകരണം അറിയിച്ച് അല്ലാത്തിടത്ത് അവരോട് നിസ്സഹകരണം അറിയിച്ച് ബോധ്യപ്പെടുത്തി കാര്യങ്ങളെ സമീപിക്കുകയാണ് ഉത്തമം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.